കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന ഒരു വാർത്ത ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിടുകയും അത്തരത്തിലുള്ളൊരു അവകാശവാദം അവർ നടത്തുകയും പിന്നീട് ചൈനയിലെ തന്നെ ചില ചൈനീസ് മാധ്യമങ്ങളും ഈ വിഷയം ഏറ്റെടുക്കുകയും അത് വലിയ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കുമൊക്കെ ഇടവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം നെതന്യാഹുവിൻ്റേത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ഇസ്രായേൽ പുറത്തുവിടുന്നുണ്ട്. എന്നാൽ 13 മിനിറ്റുള്ള ആ വീഡിയോ സന്ദേശം തികച്ചും വ്യാജമാണ് എന്നും വീഡിയോയിലുള്ളത് നെതന്യാഹു അല്ല, അത് കൃത്രിമമായി തയ്യാറാക്കിയ നെതന്യാഹുവിൻ്റേത് എന്ന് തോന്നിപ്പിക്കുന്ന AI വീഡിയോ ആണെന്നുമുള്ള സജീവമായ ചർച്ചകൾ ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എക്സ് പ്ലാറ്റ്ഫോമിലാണ് ഇത്തരത്തിലുള്ള സജീവമായ ചർച്ചകൾ നടക്കുന്നത്. അന്താരാഷ്ട്ര യുദ്ധ വിദഗ്ധരും വിശകലന വിദഗ്ധരും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ യുദ്ധ സ്പെഷ്യലിസ്റ്റുകളുമൊക്കെയാണ് ഇത്തരത്തിലുള്ള നിരീക്ഷണത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഇതിന് കാരണമായിട്ടുള്ളത് ആ വീഡിയോയിലെ തന്നെ പല തരത്തിലുള്ള പോരായ്മകളാണ്. ഏത് കൊച്ചു കുട്ടിക്ക് പോലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇത് AI ആണ് എന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിലാണ് ആ വീഡിയോ ഉള്ളത്. ഒന്നാമതായി നെതന്യാഹു തൻ്റെ കൈ കൊണ്ട് ആക്ഷൻ കൊടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആ ആക്ഷൻ കൊടുക്കുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ സാധിക്കും വലത് കൈയിൽ 6 വിരൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പിന്നീട് ഈ 6 വിരൽ ഇടത് കൈകളിലേക്ക് മാറുന്നുണ്ട്. നെതന്യാഹുവിന് 5 വിരലുകൾ മാത്രമാണുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ മറ്റു ഫോട്ടോകളും വീഡിയോകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആദ്യം വലത്തെ കൈയിലും പിന്നെ ഇടത്തെ കൈയിലും ഈ ദൃശ്യം വ്യക്തമായി കാണാം. രണ്ടാമത്തേത് നെതന്യാഹുവിൻ്റെ പല്ലുകളാണ്. നല്ല ഒറിജിനൽ ചിത്രങ്ങളിലൊക്കെ നമ്മൾ കാണുമ്പോൾ നല്ല അടുത്തടുത്ത നല്ല സുന്ദരമായ പല്ലുകളൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ വളരെ വികൃതമായ ഒരു പിശാചിൻ്റെ പല്ലുകളൊക്കെ പോലെ ഒന്ന് കയറിയും ഒന്ന് ഇറങ്ങിയും മറ്റൊന്നിന്മേൽ മറ്റൊന്ന് കയറി നിന്നുമൊക്കെയുള്ള പല്ലുകൾ, അത് വളരെ അധികം സജീവമായി ചർച്ചയിലേക്ക് വഴിവെച്ചിട്ട് അത് വ്യക്തമായിട്ട് അവിടെ കാണാൻ സാധിക്കും. മറ്റൊന്ന് കണ്ണിൻ്റെ കൃഷ്ണമണിയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണ് പലപ്പോഴും ഒറിജിനൽ വീഡിയോയോ ചിത്രങ്ങളുടേതിനൊക്കെ അപ്പുറത്താണ് ആ കണ്ണ് ഇതിലുള്ളത്. അവസാനത്തേത് ചുണ്ടും നെതന്യാഹു സംസാരിക്കുമ്പോഴുള്ള ആംഗ്യങ്ങളും ബോഡി ഷേപ്പും പിരികത്തിൻ്റെ ഉയർച്ചയും നെറ്റിയുടെ ചുളിക്കലും അതൊക്കെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അജഗജാന്തരം വ്യത്യാസമാണ് എന്നുള്ളതാണ്. ഇവിടെ ക്ഷീണിതനായ പറയുന്ന കാര്യങ്ങൾക്കുള്ള ആക്ഷൻ അല്ല കൈകളിൽ വരുന്നത്. അത്തരത്തിൽ ഒരു AI എങ്ങനെയാണോ ഒരു പ്രസൻറ്റേഷൻ നടത്തുന്നത് അതുപോലെയുള്ളൊരു പ്രസൻറ്റേഷനാണ് ഈ നെതന്യാഹുവിൻ്റേത് എന്ന് പറഞ്ഞ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നെതന്യാഹു എവിടെ എന്ന ചോദ്യം ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ഉയരുമ്പോഴാണ് ഈ ഇത്തരമൊരു വീഡിയോ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നെതന്യാഹു യുദ്ധം ആരംഭിച്ച സമയത്ത് ചർച്ചകളിൽ സജീവമായിരുന്നു, യാത്രകളിൽ സജീവമായിരുന്നു. ഈ ടെല്ലവീവിലും അതോടൊപ്പം തന്നെ ഹൈഫയിലുമൊക്കെ ഇറാൻ ആക്രമണം നടക്കുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യുദ്ധമുന്നണിക്ക് വീര്യം കൊടുക്കാനൊക്കെ അദ്ദേഹം മുന്നിൽ നിന്നുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് അദ്ദേഹം അപ്രത്യക്ഷമാവുകയാണ്. ഇറാനിൽ ആയത്തുള്ള ഖുമൈനിയെ കൊല ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾ പ്രതികാരം വീട്ടുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. ഈ പ്രഖ്യാപനങ്ങൾക്കൊക്കെ ശേഷമാണ് ഇദ്ദേഹത്തെ കാണാതെയാകുന്നത്. അത് കാണാതെയായി കുറേ ദിവസങ്ങളായിട്ടും അദ്ദേഹത്തെ കാണുന്നില്ല എന്ന ചർച്ചകൾ വന്നപ്പോഴാണ് നിർബന്ധിതമായി ഇസ്രായേൽ ഇങ്ങനെയൊരു വീഡിയോ മുന്നോട്ട് വെക്കുന്നത്. ആ വീഡിയോ ആണ് ഇപ്പോൾ സംശയത്തിന് മുന്നിൽ നിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം ഇത് ഇറാൻ മാധ്യമങ്ങളും ചൈനീസ് മാധ്യമങ്ങളും ഈ അവകാശവാദം, അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ചർച്ചകൾ നടക്കുന്നതും നെതന്യാഹു എവിടെയെന്ന ചർച്ചകളിൽ വലിയ തോതിൽ ഉയരുന്നതുമൊക്കെ. നെതന്യാഹു പൊതുവേദികളിലൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതിനുശേഷം അദ്ദേഹത്തെ കാണാതായ അഭ്യൂഹങ്ങൾ വരുന്നൊരു കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ അത് എഴുതി തയ്യാറാക്കുന്ന പ്രസ്താവനകളായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നതും ഈ സംശയം ബലപ്പെടാൻ കാരണമായി. ഈ സംശയം ദൂരീകരിക്കാനായിരിക്കണം നെതന്യാഹു എന്ന് അവകാശപ്പെട്ട വീഡിയോ ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ടത്. അതാണിപ്പോൾ ചർച്ചയായതും. ഇത് AI ആണെന്ന് യുദ്ധ നിരീക്ഷകരും അന്താരാഷ്ട്ര വിശകലന വിദഗ്ധരും ശക്തമായിട്ട് തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്, വാദിക്കുന്നുണ്ട്. ഇനി ഇതാണോ അല്ലേ എന്ന വ്യക്തത വരുത്തേണ്ടത് ഇസ്രായേലാണ്. ഒരുപക്ഷെ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ഗുരുതര പരിക്കേൽക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം എന്നാണ് ചില നിഗമനങ്ങളും പോസ്റ്റുകളുമൊക്കെ. ചില പോസ്റ്റുകളിലൊക്കെ ആളുകൾ നിഗമനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധവേളയിൽ നേതാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത ആ യുദ്ധമുന്നണിയുടെ ആത്മവിശ്വാസം തകർക്കുമെന്നതിനാൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം പുറത്തുവിടാതിരിക്കുകയാവാം
ഇസ്രയേൽ എന്ന നിരീക്ഷണം നടത്തുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ നെതന്യാഹുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മറച്ചുവെക്കാൻ ഗവൺമെൻറ് AI ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കാരണം ഒരു യുദ്ധസമയത്ത് ഭരണാധികാരി കൊല്ലപ്പെട്ടു എന്ന വാർത്ത സൈന്യത്തിൻ്റെയും ജനങ്ങളുടെയും മനോവീര്യം തകർക്കും. അതുമാത്രമല്ല, ശത്രു രാജ്യങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുമെന്ന ഭയമുണ്ടാകും. ഈ നേതാവ് കൊല്ലപ്പെട്ട ആ ഒരു പരിഭ്രാന്തിയിൽ നിൽക്കുന്ന ആ രാജ്യത്തിലേക്ക് കൂടുതൽ പ്രത്യാക്രമണങ്ങൾ ശത്രുരാജ്യം നടത്തുമെന്ന മുൻകരുതലുകളും ഇത്തരം വാർത്തയിൽ വ്യക്തത വരുത്താത്തതിന് പിറകിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വാർത്ത ഇസ്രയേൽ നെതന്യാഹു കൊല്ലപ്പെട്ടിട്ടില്ല എന്ന വാർത്ത ഇസ്രയേൽ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും AI സംബന്ധിച്ച് ഒരു പ്രസ്താവനയും ഇസ്രയേൽ നടത്തിയിട്ടില്ല. മാത്രമല്ല, പൊതുവേദികളിൽ നെതന്യാഹു പ്രത്യക്ഷപ്പെടാത്തത് തന്നെയാണ് ഈ സംശയങ്ങൾക്കെല്ലാം പിറകിലുള്ളത്. അതിലേക്കാണ് ഒരു AI വീഡിയോ കൂടി വരുന്നത്. ഇതും പൊളിഞ്ഞതോടുകൂടി ഈ സംശയം വർദ്ധിപ്പിക്കാൻ വീണ്ടും കാരണമായിട്ടുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു ചർച്ച വളരെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. waytonikah.com, the exclusive Muslim matrimonial site.